നമസ്കാരം. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനകത്ത്. ഇത്രത്തോളം ആദർശധീരനാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അഴിമതി പാർട്ടിയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാട്ടി BJPക്ക് ഒരു സീറ്റ് പോലും നൽകാതെ ഡൽഹി ഭരണം സ്വന്തം കൈവെള്ളയിലേക്ക് പകർത്തിയെടുക്കുവാൻ ശ്രമിച്ച നേതാവായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ ആ അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്ത്രങ്ങൾ മറ്റൊന്നായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ ഈ അറസ്റ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനതയുടെ ഗതികേട് എന്നുള്ളതാണ്. നമ്മൾ ഒന്ന് നന്നായി ചിന്തിച്ചു നോക്കൂ. അറസ്റ്റിലായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് ആ മുഖ്യമന്ത്രിമാർ? ഹേമന്ത് സോറൻ അറസ്റ്റിലായിട്ടുണ്ട്. ജയലളിത, ലാലു പ്രസാദ്, അരവിന്ദ് കെജ്രിവാൾ, ചന്ദ്രബാബു നായിഡു, എന്തിന് ഓം പ്രകാശ് ചൗതാലയും മധു കോടയും വരെ ഇതിൽ പെടുന്നു. പക്ഷേ ഇതിൽ കെജ്രിവാൾ ഒഴികെ 6 പേർ അറസ്റ്റിലായപ്പോഴും അമേരിക്ക വാ തുറക്കാത്തത് എന്തുകൊണ്ടാണ്? അന്നവരൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോഴാണ് പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നത് എന്ന് പറയേണ്ടി വരുന്നു. 6 പേരും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കെജ്രിവാൾ വെറും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നിട്ടും എന്തുകൊണ്ട് അമേരിക്ക 2 തവണ ശബ്ദിച്ചു കെജ്രിവാളിന് വേണ്ടി? ചിന്തിക്കണ്ടേ നമ്മൾ? അമേരിക്കയും കെജ്രിവാളും തമ്മിൽ എന്താണ്? 2000-ൽ പരിവർത്തൻ എന്ന പേരിൽ കെജ്രിവാൾ ഒരു NGO തുടങ്ങുന്നു. അതായത് ഈ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന പേരുള്ള ഈ ഫോർഡ് ഫൗണ്ടേഷൻ്റെ NGO അതായിരുന്നു അത്. 2002-ൽ കെജ്രിവാൾ അശോക ഫൗണ്ടേഷൻ്റെ അംഗമായി തീരുന്നു. ഫോർഡ് ഫൗണ്ടേഷൻ്റെ മറ്റൊരു ട്രസ്റ്റാണ് ഈ അശോക എന്ന് പറയപ്പെടുന്നത്. 2006-ൽ കെജ്രിവാളിന് മാഗ്സസെ അവാർഡ് കിട്ടുന്നു. ഫോർഡ് ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന അവാർഡാണ് ഈ കിട്ടിയ മാഗ്സസെ അവാർഡ് എന്ന് പറയപ്പെടുന്നത്. അത് കിട്ടുന്നത് കെജ്രിവാളിനാണ്. ഫോർഡ് ഫൗണ്ടേഷൻ ഉപയോഗിച്ചാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള CIA അവരുടെ വിശ്വസ്തരിലേക്ക് പൈസ എത്തിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തനമായിട്ടുള്ള ജെയിംസ് പെട്രാസ് തൻ്റെ ലേഖനത്തിൽ പലവട്ടം കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മനസ്സിലായല്ലോ. ബ്രിട്ടീഷ് ജേർണലിസ്റ്റുള്ള ഫ്രാൻസിസ് സ്റ്റോണർ സൗണ്ടർ തൻ്റെ ഹൂ പെയ്ഡ് ദ പൈപ്പർ എന്ന പുസ്തകത്തിൽ CIAയും ഫോർഡ് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. കെജ്രിവാളിൻ്റെ മറ്റൊരു NGO ആയിട്ടുള്ള കബീർ ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് പണം കൈപ്പറ്റിയതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആരെയും ഉണർത്താതെ CIAയ്ക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പൈസ എത്തിക്കുവാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ, അങ്ങനെ പൈസ എത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഫോർഡ് ഫൗണ്ടേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ഫോർഡ് ഫൗണ്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരെപ്പോലുള്ള സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ഇവർക്ക് ഏറ്റവും നല്ല മാർഗമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംവിധാനങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണെന്നാണ്. ഇനി മറ്റൊന്ന് ഖാലിസ്ഥാനെക്കുറിച്ചാണ്. ഖാലിസ്ഥാനും കെജ്രിവാളും തമ്മിൽ എന്താണ്? കെജ്രിവാളിൻ്റെ പണ്ടത്തെ വിശ്വസ്തനായിട്ടുള്ള കുമാർ വിശ്വാസ് പറയുന്നത് ഇങ്ങനെയാണ്: അരവിന്ദ് കെജ്രിവാളിന് പഞ്ചാബ് ഒരു പുതിയ രാജ്യമാക്കാനും അതിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുവാനും ഒക്കെ താല്പര്യമുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് 1 വർഷം പിന്നിടുമ്പോൾ പഞ്ചാബിൽ ഖാലിസ്ഥാനികൾ നടത്തുന്ന ആക്രമണം കാണുമ്പോൾ അയാൾ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം എന്ന് കൂടി പറയുകയാണ്. ഖാലിസ്ഥാൻ തീവ്രവാദിയെ മോചിപ്പിക്കുവാൻ 130 കോടി രൂപ കെജ്രിവാൾ കൈപ്പറ്റി എന്നാണ് മറ്റൊരു തീവ്രവാദിയായിട്ടുള്ള ഗുർപന്ത് സിംഗ് പൻവൻ പറഞ്ഞത്. അങ്ങനെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. കെജ്രിവാൾ അറസ്റ്റിലായതുകൊണ്ട് 130 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണ് പൻവൻ അത് പറഞ്ഞത് എന്നുള്ളത്, അല്ലെങ്കിൽ തുറന്നു പറയാൻ സമ്മതിച്ചത് എന്നുള്ളതുമാണ്. ഖാലിസ്ഥാനികളുടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി ഭരണം പിടിച്ചതെന്ന കാര്യം മനസ്സിലാക്കാനായി 2 സംഭവങ്ങൾ കൂടി ചേർത്ത് നോക്കിയാൽ മതിയാകുമെന്ന് കൂടി പറയട്ടെ. അപ്പോൾ ഈ ഖാലിസ്ഥാൻ വാദം ഇന്ന് മറ്റൊന്ന് അരുന്ധതി റോയ് സിസോദിയയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കെജ്രിവാളിനെ കുറിച്ചുമൊക്കെ പറയുന്നത് അവരുടെ ഭാഷയിൽ അണ്ണാ ഹസരയുടെ ഇമേജ് മുതലാക്കിക്കൊണ്ട് മാത്രമാണ് കെജ്രിവാൾ വെറും 16 വർഷം കൊണ്ട് മുഖ്യമന്ത്രി ആയത് എന്നാണ്. മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി മാത്രം അണ്ണാ ഹസരയെ ഉപയോഗിച്ചു എന്നാണ്. കൂടാതെ എന്തിനാണ് ഈ ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ളവർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇവിടെയുള്ള പൊളിറ്റിക്സിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അരുന്ധതി റോയ് ചോദിച്ച ചോദ്യമാണ്.
ഫൗണ്ടേഷൻ്റെ പേരിൽ പൊളിറ്റിക്സിൻ്റെ പേരിൽ 10 വർഷം മുമ്പേ ഇന്ത്യൻ ചാരസംഘടനയായിട്ടുള്ള റോ അംഗമായിട്ടുള്ള രവി ശേഖർ നാരായൺ സിംഗ് പറഞ്ഞതും ഓർമ്മ വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിന് ഭീഷണിയാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്നായി ചിന്തിച്ചു നോക്കൂ. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മാത്രം നാവനക്കിയ അമേരിക്ക എന്തുകൊണ്ടാണ് നാവനക്കിയത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള CIA അവരുടെ വിശ്വസ്തരിലേക്ക് പൈസ എത്തിക്കുന്നതിന് ഈ ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ളവ, ഈ ഫോർഡ് ഫൗണ്ടേഷനും കെജ്രിവാളും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഫോർഡ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ പണം ഒരു ഫാക്ടറാണ്. ആ പണം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തപ്പെടുന്ന സ്ഥാപനങ്ങളിലൊന്ന് എന്ന് പറയപ്പെടുന്ന ഫോർഡ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട ഫോർഡ് ഫൗണ്ടേഷൻ്റെ പ്രതിനിധികൾ എന്ന് പറയപ്പെടുന്നതിൽ കെജ്രിവാളുമുണ്ട്. ആ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഞാൻ അവസാനം സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷം മുന്നേ നമ്മുടെ ഇന്ത്യൻ ചാരസംഘടനയായിട്ടുള്ള റോയുടെ അംഗമായിട്ടുള്ള രവി ശേഖർ നാരായൺ സിംഗ് പറഞ്ഞത് ഓർമ്മ വരുന്നുവെന്നാണ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിന് ഭീഷണിയാണ് എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. കാരണം ഖാലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ടിട്ട് ഈ 16 വർഷം കൊണ്ട് ആം ആദ്മി പോലൊരു പ്രസ്ഥാനം ഡൽഹിയിൽ മാത്രമല്ല ഭരണം പിടിച്ചത്, അവസാനം വളരെ പെട്ടെന്ന് പഞ്ചാബിലാണ് രണ്ടാമത് ഭരണം പിടിക്കുന്നത് എന്നാണ്. അവിടെയാണ് ഈ ഖാലിസ്ഥാൻ വാദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖാലിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റുക എന്നുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ആഗ്രഹത്തെ അതിനോടൊപ്പം ചേർന്ന് പോകുന്ന ഒരാളായി അരവിന്ദ് കെജ്രിവാൾ മാറിയതുകൊണ്ടും ആ ഖാലിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യമാക്കി മാറ്റി അവിടെ പ്രധാനമന്ത്രി ആകണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുള്ളതുകൊണ്ടും തന്നെയാണ് ഖാലിസ്ഥാന് വേണ്ടി അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിപ്പെട്ടത്. അവരിൽ നിന്ന് 130 കോടിയോളം രൂപ കൈപ്പറ്റിയത് എന്ന് പറയപ്പെടുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇങ്ങനെ അമേരിക്കയ്ക്കാണെങ്കിലും ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായി തരം താണു പോകുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഒരുക്കി കൊടുക്കേണ്ടത് തീഹാർ ജയിലിൽ തന്നെയല്ലാതെ മറ്റെന്താണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകേണ്ടത്?